ഹലോ ഗുഡൻ ടാഗ്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ജർമ്മൻ ഭാഷയിലുള്ള ഡൊപ്പൽ വൊക്കാലുകളെ കുറിച്ചും ഡൊപ്പൽ കോൺസണൻസിനെ കുറിച്ചുമാണ് പഠിക്കുക. നമ്മൾ ഓരോ വാക്കുകൾ എടുക്കുമ്പോഴും അതിൻ്റെ അകത്ത് ചില വാക്കുകളിൽ ഒന്നിൽ കൂടുതൽ വവൽസ്, ഒരേപോലെയുള്ള വവൽസ് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നാൽ ആ ശബ്ദത്തെ നമ്മൾ നീട്ടി ഉച്ചരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡൊപ്പൽ കോൺസണൻസ് എന്ന് പറഞ്ഞാൽ ഒരേപോലത്തെ വ്യഞ്ജനങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വന്നാൽ, ആവർത്തിച്ചു വന്നാൽ അതിനെ ഘനമായി ഉച്ചരിക്കുക എന്നുള്ളതാണ്. ആദ്യമായി നമുക്ക് ഡൊപ്പൽ വൊക്കാലുകളെ കുറിച്ച് ഒന്ന് പഠിക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറേ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഓരോന്നും നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്കിത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ഉദാഹരണത്തിന് ദി ഹാറെ. അപ്പോൾ അവിടെ രണ്ട് അക്ഷരങ്ങൾ ആ എന്നുള്ളത് ഒരുമിച്ച് വന്നതുകൊണ്ട് അതിനെ നീട്ടി ഉച്ചരിക്കുന്നു, ആ. അപ്പോൾ ഹാറെ, അല്ലെങ്കിൽ ലേർ, അല്ലെങ്കിൽ ദാസ് ബോട്ട്. അവിടെ ചിലപ്പോൾ ബൂട്ട് എന്ന് വായിക്കാൻ നമുക്കൊരു ടെൻഡൻസി ഉണ്ടാകാം. എന്നാൽ ഓ എന്നുള്ള വവൽ രണ്ട് പ്രാവശ്യം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഓ എന്നുള്ളതിനെ നീട്ടി ഉച്ചരിക്കുക, ബോട്ട്. അല്ലെങ്കിൽ ദാസ് വഖും. അപ്പോൾ ഊ എന്നുള്ളതിനെ നീട്ടി ഉച്ചരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ഡൊപ്പൽ കോൺസണന്റ്. രണ്ട് വ്യഞ്ജനങ്ങൾ ഒരുമിച്ച് വന്നിരിക്കുന്നു, നെന്നൻ. അപ്പോൾ എൻ എന്നുള്ളത് ഒരുമിച്ച് വന്നതുകൊണ്ട് ഘനമായി ഉച്ചരിക്കുന്നു. കൊമ്മൻ, അല്ലെങ്കിൽ ദി മുട്ടർ, അല്ലെങ്കിൽ റെറ്റൻ. അവിടെയെല്ലാം രണ്ട് കോൺസണൻസ് ഒരുപോലത്തത് വന്നിരിക്കുകയാണ്. നുൾ, അല്ലെങ്കിൽ ദി ലിപ്പെ. അപ്പോൾ പേ എന്നുള്ളത് ഒരുമിച്ച് വന്നിരിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ, എന്താണ് ഡൊപ്പൽ വൊക്കാൽ, എന്താണ് ഡൊപ്പൽ കോൺസണന്റ് എന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വീണ്ടും കാണാം. ഇനിയും പുതിയ അറിവുകളോടെ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു.